2019 ഡിസംബർ മാസം 2-ാം തീയതി മുംബൈയിലെ മാഹിം ബീച്ചിൽ വൈകുന്നേരം സമയം ചിലവഴിക്കാനെത്തിയ ചില ആളുകൾ ഉപേക്ഷിച്ച നിലയിൽ ഒരു സൂട്ട് കേസ് കണ്ടു. അത് നന്നായി നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതാരെങ്കിലും മറന്നു വെച്ചതാവാം. അതിനകത്ത് എന്താണെന്നറിയാൻ വേണ്ടി അവർ ആ സൂട്ട് കേസ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. അവർ ഉടൻ തന്നെ നിലവിളിച്ചുകൊണ്ട് 4 പാടും ചിന്നിച്ചിതറി ഓടി. അതിനകത്തുണ്ടായിരുന്നത് ഏതോ ഒരു മനുഷ്യന്റെ ഒരു കാലും ഒരു കൈയും മറ്റു ചില ശരീരഭാഗങ്ങളുമാണ്. നാട്ടുകാർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. മുംബൈ പോലീസ് സ്ഥലത്തെത്തി ആ സൂട്ട് കേസ് പരിശോധിച്ച ശേഷം ഫോറൻസിക് പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചു. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയെ വെറുപ്പിച്ച ഒരു കൊലപാതകത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തു വന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ്. ഇറ്റ്സ് മീ മിസ്റ്റർ മോസെ. വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷന്റെ മൃതദേഹമാണ് ഇതെന്നാണ്. കൂടാതെ 4 ദിവസത്തെ പഴക്കവുമുണ്ട്. ഇതൊരു കൊലപാതകമായതുകൊണ്ടും വലിയ രീതിയിലുള്ള മീഡിയ അറ്റൻഷൻ ഈ സംഭവത്തിന് കിട്ടിയതുകൊണ്ടും മുംബൈ പോലീസിലെ ക്രൈംബ്രാഞ്ച് വിഭാഗം അതീവ ഗൗരവത്തിൽ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ തുടക്കം മുതൽ തന്നെ അവർക്ക് നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള വെല്ലുവിളികളായിരുന്നു. തലയുടെ ഭാഗങ്ങൾ കിട്ടാത്തതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ സാധിക്കത്തില്ല. കൊല്ലപ്പെട്ടതാരാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടയാൾ ആരെന്ന് കണ്ടെത്താനായി സമീപ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മിസ്സിംഗ് കേസുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ആ പരിസരത്തെ മുഴുവൻ CCTV ക്യാമറകളും പരിശോധിക്കാനുള്ള ഏർപ്പാടും ചെയ്തു. എന്നാൽ മിസ്സിംഗ് കേസുകളിൽ ഒന്നുമായും ഈ ശരീരഭാഗങ്ങൾ മാച്ചായില്ല. CCTV ഫുട്ടേജുകളിൽ നിന്നും സംശയാസ്പദമായ ഒന്നും പോലീസിന് കണ്ടെത്താനായില്ല. അങ്ങനെ എന്തേലും ക്ലൂ കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവർ ആ സൂട്ട് കേസ് നന്നായി ഒന്ന് പരിശോധിച്ചു. അതിൽ ശരീരഭാഗങ്ങൾ പൊതിഞ്ഞു വെച്ചിരുന്ന ചില വസ്ത്രങ്ങൾ പോലീസിന് കിട്ടുകയുണ്ടായി. അതിലുണ്ടായിരുന്നത് ഒരു വെള്ള കളർ ഷർട്ടും ഒരു ട്രൗസറും മറ്റൊരു ചുവപ്പ് കളർ ഹാഫ് സ്ലീവ് സ്വെറ്ററുമായിരുന്നു. രക്തം സൂട്ട് കേസിന് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയായിരിക്കണം അവർ ഇത്രയും വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ശരീരഭാഗങ്ങൾ പൊതിഞ്ഞു വെച്ചത്. എന്നാൽ എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അവർ പോലും അറിയാതെ ചില തെളിവുകൾ ബാക്കി വയ്ക്കപ്പെടും. ഈ കേസിലും അങ്ങനെയൊന്നുണ്ടായിരുന്നു. അതിലെ വെള്ള കളർ ഷർട്ട് റെഡിമെയ്ഡ് വസ്ത്രമല്ല, സ്റ്റിച്ച് ചെയ്ത ഷർട്ടാണ്. അതിന്റെ കോളറിന്റെ പിറകുവശത്തായി ഷർട്ട് സ്റ്റിച്ച് ചെയ്ത ടൈലർ ഷോപ്പിന്റെ ടാഗ് ഉണ്ടായിരുന്നു, അൽമോ മെൻസ് വെയർ. ഇപ്പോൾ ആകെ കിട്ടിയിരിക്കുന്ന ക്ലൂ ഈ ഷർട്ട് മാത്രമാണ്. പോലീസ് ഉടൻ തന്നെ ആ ടൈലർ ഷോപ്പിൽ ചെന്ന് ഇത് ആരാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് എന്ന് അന്വേഷിച്ചു. എന്നാൽ ആ ടൈലർ ഷോപ്പിന്റെ ഉടമസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഓരോ ദിവസവും നിരവധി കസ്റ്റമേഴ്സ് ഇവിടെ എത്തുന്നുണ്ട്. ഈ ഷർട്ട് കണ്ടിട്ട് ഇതൽപ്പം പഴയതാവാനാണ് സാധ്യത. ഇത് ആരാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് എന്ന് കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. പക്ഷേ പോലീസിന്റെ കയ്യിൽ മറ്റൊരു ക്ലൂവും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഷർട്ടിന്റെ ഉടമസ്ഥനാരാണെന്ന് കണ്ടെത്തിയേ തീരൂ. അങ്ങനെ അവർ ഓരോ ബില്ലും പരിശോധിക്കാൻ തുടങ്ങി. ടൈലർ ഷോപ്പിന്റെ ബില്ലുകളിൽ സ്റ്റിച്ച് ചെയ്യേണ്ട വസ്ത്രത്തിന്റെ സാമ്പിൾ ക്ലോത്ത് പിൻ ചെയ്തിട്ടുണ്ടാവും. പോലീസ് അതിലോരോ ബില്ലുമെടുത്ത് തങ്ങളുടെ കയ്യിലുള്ള ഷർട്ടുമായി മാച്ച് ചെയ്തു നോക്കി. ഒരുപാട് നേരത്തെ അധ്വാനത്തിന് ശേഷം ആ ഷർട്ടിന് മാച്ച് ആവുന്ന ബില്ല് പോലീസ് കണ്ടെത്തി. എന്നാൽ അതിൽ ബെന്നറ്റ് റബല്ലോ എന്ന ഒരു പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അഡ്രസ് ഇല്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ആകെ നിരാശപ്പെട്ടു. വെറുമൊരു പേര് വെച്ച് എങ്ങനെയാണ് ആളെ കണ്ടെത്തുക? ഇനി ആകെയുള്ള മാർഗം സോഷ്യൽ മീഡിയകളിൽ ഈ പേര് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പോലീസ് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ബെന്നറ്റ് റബല്ലോ എന്ന പേരിൽ നിരവധി ഐഡികൾ കണ്ടെത്തി. അതിലോരോ ആളുടെയും ഫോട്ടോസ് പരിശോധിച്ചു. അതിലൊരു ഐഡിയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ കണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഞെട്ടി. സൂട്ട് കേസിൽ നിന്നും കിട്ടിയ അതേ റെഡ് കളർ സ്വെറ്റർ ഒരാൾ ധരിച്ചു നിൽക്കുന്ന ഫോട്ടോയാണത്. സൂട്ട് കേസിൽ നിന്നും കിട്ടിയ കൈയുടെയും ഫോട്ടോയിലുള്ള ആളുടെയും സ്കിൻ കളർ മാച്ചാണ്. പോലീസ് ഉറപ്പിച്ചു, ഇത് നമ്മൾ അന്വേഷിക്കുന്ന ആൾ തന്നെയാണ്. അയാൾ ഒരു മ്യൂസീഷ്യനാണ്. ഗിറ്റാർ പ്ലേ ചെയ്യുന്ന നിരവധി വീഡിയോസ് അയാൾ തൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി തൻ്റെ വിസിറ്റിംഗ് കാർഡും അയാൾ ഷെയർ ചെയ്തിരുന്നു. അതിലെ അഡ്രസ്സ് നോക്കി പോലീസ് അയാളുടെ വീട്ടിലെത്തി. ഡോറ് ക്ലോസ് ചെയ്താണ് ഉണ്ടായിരുന്നത്. വീടിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി പോലീസ് കോളിംഗ് ബെല്ലമർത്തി. കുറച്ച് സമയത്തിന് ശേഷം ഒരു പെൺകുട്ടി വാതിൽ തുറന്നു. ഇത് മ്യൂസീഷ്യൻ ബെന്നറ്റ് റബല്ലോയുടെ വീടല്ലേ? ആ പെൺകുട്ടി അതേ എന്ന് മറുപടി നൽകി. നീ ആരാണെന്ന ചോദ്യത്തിന് ആ പെൺകുട്ടി പറഞ്ഞത്
ഞാൻ ബെന്നറ്റ് റെബലിയുടെ മകളാണെന്നാണ്. അയാൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാനഡയിലേക്ക് പോയി എന്നാണ് അവൾ പറഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ മറുപടിയിൽ എന്തോ പന്തികേട് തോന്നി. അതിന് കാരണം ആ കുട്ടിയുടെ സംസാരത്തിൽ നല്ല രീതിയിലുള്ള ഭയമുണ്ടായിരുന്നു. അവൾ എന്തോ മറച്ചു വെക്കുന്നത് പോലെ പോലീസിന് തോന്നി. വീടൊന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവൾക്ക് വെപ്രാളം വർദ്ധിച്ചു. വീടിനകത്ത് കയറി നോക്കിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണാൻ സാധിച്ചത് വീടിന്റെ ചുമരിൽ നിറയെ രക്തപ്പാടുകളാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പെൺകുട്ടിക്ക് ഈ കേസുമായി നല്ല ബന്ധമുണ്ട്. അങ്ങനെ പോലീസ് അവളെ കൂടുതൽ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആ പെൺകുട്ടിയുടെ പേര് റിയ എന്നാണ്. 19 വയസ്സാണ് പ്രായം. റിയയെക്കുറിച്ചും ബെന്നത്ത് റെബലിയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചപ്പോൾ റിയ ബെന്നത്ത് റെബലിയുടെ സ്വന്തം മകളല്ലെന്ന കാര്യം മനസ്സിലായി. ഏതാണ്ട് 1.5 വർഷം മുമ്പ് റെബല്ലോ റിയയെ ദത്തെടുത്തതാണ്. അവരുടെ അയൽവാസികളോട് കാര്യം തിരക്കിയപ്പോൾ അവരോട് ബെന്നറ്റ് റെബല്ലോ പറഞ്ഞിരുന്നത് ഏതോ ഓർഫനേജിൽ നിന്നും റിയയെ ദത്തെടുത്തു എന്നാണ്. പക്ഷേ സത്യം അതല്ല. 1.5 വർഷം മുമ്പ് ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ബെന്നറ്റ് റെബല്ലോ റിയയെ കാണുകയും അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ശേഷം സ്വന്തം മകളെ പോലെ വളർത്തുവാനും തുടങ്ങി. സത്യത്തിൽ റിയ അനാഥയായിരുന്നില്ല, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ റിയയുടെ ജീവിത രീതി സഹിക്കാനാവാതെ വന്നപ്പോൾ അവർ അവളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത്. ബെന്നറ്റ് റെബല്ലോ 2 പ്രാവശ്യം വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവർ സെപ്പറേറ്റ് ആവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ബെന്നറ്റ് റെബല്ലോയുടെയും റിയയുടെയും ചരിത്രം പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ബെന്നറ്റ് റെബല്ലോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതാണ്. റിയ ആദ്യമൊന്നും പോലീസിനോട് തുറന്നു പറഞ്ഞിരുന്നില്ല. എന്നാൽ ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്യൽ നടത്തിയപ്പോൾ അവൾക്ക് പിന്നീടൊന്നും മറച്ചുവെക്കാൻ സാധിച്ചില്ല. 2019 നവംബർ 26 റിയയും തന്റെ 16 വയസ്സുള്ള അലീമിയ എന്ന കാമുകനും ചേർന്ന് തന്റെ വളർത്തച്ഛനെ കൊല്ലാൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. അന്ന് രാത്രി വീട്ടിലെത്തിയ ബെന്നറ്റ് റെബല്ലോയെ മുളവടി ഉപയോഗിച്ച് അവർ തലക്കടിച്ച് വീഴ്ത്തി. നിലത്ത് വീണ് കിടന്ന റെബല്ലോ മരിച്ചിട്ടില്ലെന്നും ശ്വാസം വലിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയ അവളുടെ 16 വയസ്സുള്ള കാമുകൻ അയാളുടെ വായ്ക്ക് കൊതുക് സ്പ്രേ അടിച്ച് മരണം ഉറപ്പുവരുത്തി. ശേഷം കിച്ചണിലെ കത്തി ഉപയോഗിച്ച് ശരീരം കഷണങ്ങളാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ അതിൽ പരാജയപ്പെടുകയാണുണ്ടായത്. കിച്ചണിൽ പച്ചക്കറികളും ചെറു മാംസകഷണങ്ങളും മുറിക്കുന്ന കത്തി ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തെ മുറിച്ച് കഷണങ്ങളാക്കാൻ സാധിക്കില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ കത്തി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയ ശേഷം ശരീരം മുറിച്ച് കഷണങ്ങളാക്കി. പിന്നീട് അയാളുടെ ഫോൺ കൊണ്ടുപോയി വിൽക്കുകയും കിട്ടിയ 4000 രൂപ വെച്ച് കുറച്ച് എയർ ഫ്രഷനേഴ്സും നല്ല ബലമുള്ള പ്ലാസ്റ്റിക് കവറുകളും സെല്ലോ ടാപ്പും ഒക്കെ വാങ്ങിച്ചു. അവർ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ ചെന്നതിന്റെ CCTV ഫുട്ടേജ് പോലീസിന് പിന്നീട് കിട്ടുകയുണ്ടായി. ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിൽ ചെന്ന ശേഷം മുറിച്ചു വെച്ച ശരീരഭാഗങ്ങളെ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഏകദേശം 4 ദിവസത്തോളം സൂക്ഷിച്ചു. എന്നിട്ട് അതിനെ 3 സൂട്ട് കേസുകളിലാക്കി ഒരു ഓട്ടോ പിടിച്ച് മിത്തി റിവറിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. അതിലൊരു സൂട്ട് കേസാണ് ഡിസംബർ 2 മാഹിം ബീച്ചിൽ കരക്കടിഞ്ഞത്. സ്വന്തം മകളെ പോലെ കണ്ട് തന്നെ വളർത്തിയ 59 വയസ്സുകാരൻ ബെന്നറ്റ് റെബല്ലോ എന്ന തന്റെ വളർത്തച്ഛനെ എന്തിനു വേണ്ടിയാണ് വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള നീയും നിന്റെ 16 വയസ്സുള്ള കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ റിയ പറഞ്ഞത് ഇങ്ങനെയാണ്: അയാൾ തന്നെ പലപ്പോഴായി ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു, പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അയാളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ സഹായിച്ചത്. എന്നാൽ ഇതിനെപ്പറ്റി ബെന്നറ്റ് റെബല്ലോയുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അയൽവാസികളോടും തിരക്കിയപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് റെബല്ലോ അങ്ങനെ ചെയ്യില്ലെന്നും അയാൾ പാവമായിരുന്നെന്നുമാണ്. റിയ അവളുടെ സുഹൃത്തുക്കളെയെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു. തന്റെ ബോയ് ഫ്രണ്ടുമായി കറങ്ങാൻ പോകുന്നതിനെ റെബല്ലോ തടഞ്ഞിരുന്നുവെന്നും അവളെ ശകാരിച്ചിരുന്നുവെന്നും പോലീസിന് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായി. ഒരുപക്ഷെ ഇതിന്റെ ദേഷ്യം കൊണ്ടായിരിക്കാം അവർ ഇരുവരും ചേർന്ന് അയാളെ കൊലപ്പെടുത്തിയത്. അതല്ലെങ്കിൽ ബെന്നറ്റ് റെബല്ലോയുടെ സ്വത്ത് മോഹിച്ചുകൊണ്ടായിരിക്കണം ഈ കൊലപാതകം നടത്തിയത്. അതിന് കാരണം അയാൾക്ക് മുംബൈയിലും ഗോവയിലുമായി നിരവധി സ്വത്തുക്കളുണ്ടായിരുന്നു. അതുകൂടാതെ വലിയ എമൗണ്ട് ബാങ്ക് ബാലൻസും ഉണ്ടായിരുന്നു. ഇവ കൈക്കലാക്കാൻ വേണ്ടിയായിരിക്കണം അവർ അയാളെ കൊന്നുകളഞ്ഞത്. അയാൾ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നുവെന്ന റിയയുടെ വാദം പോലീസിന് നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ പോലീസ് ഉറച്ചു വിശ്വസിച്ചത് അവർ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി അയാളെ കൊന്നുവെന്ന് തന്നെയാണ്. ഇനി എങ്ങാനും അയാൾ അവളോട് മിസ്ബിഹേവ് ചെയ്തിരുന്നുവെങ്കിൽ ഈ കാര്യം മുതിർന്ന ആരോടെങ്കിലും പറയുകയോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയോ വേണമായിരുന്നു.
കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല. യഥാർത്ഥത്തിൽ അവർ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് സമ്പത്ത് കൈക്കലാക്കാനോ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയോ എന്ന കാര്യത്തിൽ ഇന്നും വ്യക്തതയില്ല. ഇപ്പോഴും ഈ കേസിന്റെ വിചാരണ നടക്കുകയാണ്. മിത്തി റിവറിൽ ആ സൂട്ട്കേസുകൾ ഉപേക്ഷിച്ച ശേഷം അവർ നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടെ ഒരുപാട് സമയം ചെലവഴിച്ചു. 16-19 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കമിതാക്കൾ തങ്ങൾ നടത്തിയ കൊലപാതകത്തെക്കുറിച്ചുള്ള ഒരു ഭയവുമില്ലാതെ സന്തോഷത്തോടെ കൈകൾ കോർത്തുപിടിച്ച് മറൈൻ ഡ്രൈവിലൂടെ നടന്നു. ഇതിന്റെ CCTV വിഷ്വൽസ് പോലീസിന് പിന്നീട് കിട്ടുകയുണ്ടായി. ഒരു കൊലപാതകം നടത്തി അതിൽ തങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തോടെ അവർ സാധാരണ ജീവിതം നയിക്കുന്നുവെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ വേറൊരാളെ കൊല്ലേണ്ടി വന്നാലും അവർ അതിന് മടിക്കില്ല. അങ്ങനെയുള്ളവരാണ് ഭാവിയിൽ വലിയ കുറ്റവാളികളും സീരിയൽ കില്ലേഴ്സുമൊക്കെയായി മാറുന്നത്. എന്തായാലും ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്ന് താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ക്രൈം വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.